ഇടയ്ക്കിടെയുള്ള തലവേദനയും മൂക്കടപ്പും ജലദോഷവും ഒക്കെ ആയിട്ട് രോഗികൾ ഒ പിയിൽ വരുമ്പോൾ പലപ്പോഴും പറയുന്ന പ്രശ്നമാണ്, എനിക്ക് എപ്പോഴും സൈനസൈറ്റിസിന്റെ പ്രശ്നമാണ് ഡോക്ടറെ. എന്താണ് ഈ സൈനസൈറ്റിസ്? എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ? എങ്ങനെ നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താം? പിന്നെ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്, എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കിയാൽ ഇത് വീണ്ടും വരാതിരിക്കും? ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. പലപ്പോഴും ആളുകൾ വന്ന് പറയുന്ന ഒരു പ്രശ്നം, എനിക്ക് സൈനസിന്റെ പ്രശ്നമുണ്ട് എന്നാണ്. എന്താണ് സത്യത്തിൽ ഈ സൈനസുകൾ? നമ്മുടെ തലയുടെ ഭാരം കുറച്ച് കഴുത്തിന്റെ ജോലി എളുപ്പമാക്കാനായിട്ട് വായു നിറച്ചിരിക്കുന്ന അറകളാണ് സൈനസുകൾ. കണ്ണിന്റെ പല ഭാഗത്തായിട്ടാണ് ഇതുള്ളത്. കണ്ണിന്റെ താഴെയായിട്ട് ഇരുവശത്തും മാക്സിലറി സൈനസ് ഉണ്ട്. കണ്ണിന്റെ മുകൾ വശത്ത് ഫ്രോണ്ടൽ സൈനസ്, അതുപോലെ തന്നെ കണ്ണിന്റെ ഇരുവശത്തുമായിട്ടുള്ള എത്മോയിഡ് സൈനസ്, പിന്നെ കുറച്ചുകൂടെ പിന്നിലായിട്ടുള്ള സ്ഫിനോയിഡ് സൈനസും. അപ്പോൾ ഈ സൈനസിനകത്ത് ഉള്ള ഒരു നേർത്ത പാളിയുണ്ട്, മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് വിളിക്കുന്ന ഭാഗം. ഈ മ്യൂക്കസ് മെംബ്രെയിനിൽ നിന്ന് കഫം പോലെ മ്യൂക്കസ് പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു 24 മണിക്കൂറിനുള്ളിൽ 1.5 ലിറ്ററോളം മ്യൂക്കസ് ഇതിൽ നിന്ന് നോർമലായിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. ഇതിൽ നിന്നുള്ള ഈ മ്യൂക്കസ് മൂക്കിലേക്ക് എത്തുന്നത് ഈ സൈനസുകളുടെ ഓപ്പണിംഗ് വഴിയാണ്. അപ്പോൾ ഈ ദ്വാരം എപ്പോഴെങ്കിലും അടഞ്ഞു പോയാൽ ഇതിനെ സൈനസൈറ്റിസ് എന്ന് പറയാം. മൂക്കിൽ നിന്ന് ഈ ഒരു മ്യൂക്കസ് തൊണ്ടയുടെ പിന്നിലെത്തി വായിലേക്കാണ് പോകുന്നത്. അപ്പോൾ എപ്പോഴും ഉള്ള മ്യൂക്കസ് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ ദ്രാവകത്തിന് പുറത്തേക്ക് പോകാനുള്ള വഴി അടയുന്നു. ഇത് സൈനസിന്റെ ഉള്ളിൽ തന്നെ കെട്ടി നിൽക്കുന്നു. അപ്പോൾ രോഗിക്കുണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മുഖത്തു ഭാരം, തലവേദന, മൂക്കടപ്പ്, ജലദോഷം. ഇതിനോടൊപ്പം തന്നെ പനിയും ഉണ്ടാവാം. എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ വരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് അണുബാധകൾ തന്നെയാണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് വൈറൽ അണുബാധ. പിന്നെ ഈ വൈറൽ ഇൻഫെക്ഷൻസ് മാറാതെ നിൽക്കുമ്പോൾ ഇതിൽ ബാക്ടീരിയകൾ വന്ന് അണുബാധ ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ പ്രമേഹ രോഗമൊക്കെ ഉള്ളവരിൽ ഫംഗൽ സൈനസൈറ്റിസും കാണാറുണ്ട്. പിന്നെയുള്ളത് സൈനസൈറ്റിസ് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം മൂക്കിലെ അലർജിയാണ്. ഇതോടൊപ്പം തന്നെ അന്തരീക്ഷ മലിനീകരണവും പുകവലി ശീലമുള്ളവരിലുമൊക്കെ സൈനസൈറ്റിസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ രോഗികൾ സാധാരണയായിട്ടും പറയുന്നത് മൂക്കടപ്പുണ്ട്, മൂക്കിൽ നിന്ന് കഫം വരുന്നു, ഈ കഫത്തിൽ ഒരു ചോരമയമുണ്ട്, തല കുനിക്കുമ്പോൾ ഭാരം, എപ്പോഴുമുള്ള തലവേദന. ഫ്രോണ്ടൽ സൈനസിലാണ് കഫം നിറയുന്നതെങ്കിൽ ഓഫീസിൽ പോകുന്ന സമയമാവുമ്പോൾ തീർച്ചയായും തലവേദന വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കഫം തൊണ്ടയുടെ പിന്നിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് ചുമ, ശബ്ദ വ്യത്യാസം, ഇവയൊക്കെ ഈ സൈനസൈറ്റിസിൽ ഉണ്ടാവാം. എങ്ങനെ നമുക്കിതിന് പരിഹാരം കണ്ടെത്താം? സാധാരണഗതിയിൽ ഒരാഴ്ച കൊണ്ട് ചെറിയ വൈറൽ സൈനസൈറ്റിസ് ഒക്കെ മാറിക്കിട്ടും. ഒരു 4 ആഴ്ചയിൽ താഴെ നിൽക്കുന്ന ഇത്തരം രോഗലക്ഷണങ്ങൾ അക്യൂട്ട് സൈനസൈറ്റിസ് ആണ്. ഈ അക്യൂട്ട് സൈനസൈറ്റിസിന് ദീർഘകാലമുള്ള ചികിത്സയൊന്നും ആവശ്യമില്ല. മൂക്കിൽ നേസൽ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. അത് സലൈൻ നേസൽ ഡ്രോപ്സ് തന്നെ മതിയാവും. അതുപോലെ തന്നെ കഫം പോകാനായിട്ടുള്ള മരുന്നുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ആവി പിടിച്ചാൽ തന്നെ വൈറൽ സൈനസൈറ്റിസുകളൊക്കെ മാറിക്കിട്ടും. എന്നാൽ കഫം കുറച്ചുകൂടെ കട്ടി പിടിച്ചിട്ടുണ്ട്, ഇത് പോകാനായിട്ട് നമുക്കൊരു സലൈൻ വാഷ് ചെയ്യാം. എങ്ങനെയാണ് സലൈൻ വാഷ് ചെയ്യേണ്ടതെന്ന്, മൂക്കിലെ മരുന്ന് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കണേ. ഇതോടൊപ്പം തന്നെ ഡോക്ടറെ കാണിച്ച് ആന്റിബയോട്ടിക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടെ സൈനസൈറ്റിസ് വരുന്നുണ്ട്. ഇത് ഒരു 12 ആഴ്ചയിൽ കൂടുതൽ മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ക്രോണിക് സൈനസൈറ്റിസിന് മാത്രമാണ് നമുക്ക് കുറെ കാലത്തെ ചികിത്സ വേണ്ടത്. ഈ ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു ഡോക്ടറെ കാണുമ്പോൾ മൂക്കിലെ എൻഡോസ്കോപ്പി അഥവാ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി ചെയ്തു നോക്കുമ്പോൾ ഈ സൈനസിന്റെ ഓപ്പണിങ്ങിൽ ബ്ലോക്ക് ഉണ്ടോ, മൂക്കിന്റെ പാലത്തിന് വളവുണ്ടോ, മൂക്കിൽ പുതിയ ദശകൾ നിറഞ്ഞിട്ടുണ്ടോ, സൈനസിന്റെ വെന്റിലേഷൻ തടയുന്ന എന്തെങ്കിലും ഒരു കാര്യം മൂക്കിന്റെ ഉള്ളിൽ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. മൂക്കിലെ എൻഡോസ്കോപ്പിക്ക് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇത് ചെയ്യാൻ എത്ര സമയമെടുക്കും എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എൻഡോസ്കോപ്പി ചെയ്തു, സൈനസിന്റെ ഉള്ളറകളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയാൻ ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ സൈനസിന്റെ CT സ്കാനിങ്ങും കൂടി എടുക്കാം. അപ്പോൾ ഈ എൻഡോസ്കോപ്പി പിക്ചറും അതുപോലെ തന്നെ CT സ്കാനിൽ വരുന്ന ഫൈൻഡിങ്സും മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടർമാർ സൈനസൈറ്റിസിനുള്ള തുടർ ചികിത്സ നിശ്ചയിക്കുന്നത്. മിക്കപ്പോഴും സ്റ്റിറോയിഡ് നേസൽ സ്പ്രേസ് കുറെ കാലം ഉപയോഗിച്ചാൽ തന്നെ പല രോഗികൾക്കും ഇതിനൊരു ശമനം കിട്ടാറുണ്ട്.
ഈ സ്റ്റിറോയിഡ് നെയ്സൽ സ്പ്രേസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ നെയ്സൽ വാഷ് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. നെയ്സൽ സ്പ്രേസ് ഉപയോഗിക്കുന്നു, എന്നാൽ രോഗലക്ഷണങ്ങൾക്കൊന്നും വ്യത്യാസമില്ല, സൈനസിന്റെ ഓപ്പണിംഗ് പെർമനന്റ് ആയിട്ട് അടഞ്ഞു പോയിരിക്കുന്നെങ്കിൽ ഇത് വലുതാക്കാനുള്ള എൻഡോസ്കോപ്പിക് സൈനസ് സർജറീസ് നമുക്ക് ചെയ്യാം. ഉള്ളിലൂടെയാണ് ഇത്തരം സർജറികൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത സർജറിയുമാണ് ഈ ഫെസ് അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സൈനസൈറ്റിസിന്റെ ചികിത്സയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എല്ലാ കാര്യങ്ങളിലും പറയുന്നത് പോലെ എപ്പോഴും രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ഒഴിവാക്കിയത് കൊണ്ട് ഇത് വീണ്ടും വരാതിരിക്കുമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മൂക്കിലെ അലർജി സൈനസൈറ്റിസ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന വില്ലനാണ്. അപ്പോൾ അലർജിയുടെ പരിഹാര മാർഗങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇതിനും ചെയ്യണം. അതുപോലെ തന്നെ മ്യൂക്കസ് പ്രൊഡക്ഷൻ അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ കഫത്തിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും നമ്മൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതിൽ പ്രധാനപ്പെട്ടത് പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ്. ഒരു 6 മാസത്തോളം ഇതൊന്ന് നമുക്ക് ഒഴിവാക്കി നോക്കാം. ചില ആളുകൾക്ക് ഇത് വളരെ പ്രയോജനപ്രദമായേക്കാം. അതുപോലെ തന്നെ എപ്പോഴുമുള്ള മദ്യപാനശീലവും കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതൊക്കെ നിർജ്ജലീകരണം ഉണ്ടാക്കും. ഇങ്ങനെ വരുമ്പോൾ ഈ കഫം വളരെ കട്ടിയായിട്ട് മൂക്കിന്റെ ഉള്ളിലും തൊണ്ടയുടെ പുറകിലും ഒക്കെ സ്റ്റിക്കി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം ദുശീലങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാനും തയ്യാറാവണം. അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിച്ചാൽ ഈ മ്യൂക്കസ് പതിയെ പതിയെ ക്ലിയർ ആയി തൊണ്ടയുടെ പിന്നിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നതും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ വയറിന്റെ ബാക്ടീരിയൽ ഫ്ലോറ നന്നാക്കാനുള്ള പ്രോബയോട്ടിക്സ്, അതായത് നല്ല ബാക്ടീരിയ അടങ്ങിയ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ചും യോഗർട്ട് തുടങ്ങിയവ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ആന്റി ഓക്സിഡൻസ്, പ്രത്യേകിച്ചും വെളുത്തുള്ളി, ഇഞ്ചി, ഇത്തരം കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതും ക്രോണിക് സൈനസൈറ്റിസ് ഉള്ളവർക്ക് നല്ലതാണ്. അപ്പോൾ സൈനസൈറ്റിസ് സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെ ചികിത്സ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ നേസൽ സ്പ്രേ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണേ. എപ്പോഴും സൈനസൈറ്റിസുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യും.